മോർണിംഗ് ഗൈസ്. അപ്പൊ ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ്. ഒരു ചായക്കടയിൽ എന്നാണ് ഇന്നത്തെ ദിവസത്തിന്റെ തുടക്കം. അലക്കെല്ലാം കട്ട ചായ കൊണ്ട് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. ഇന്നലെ നല്ല ടയർഡായിരുന്നു. 7 കിലോമീറ്റർ ഞങ്ങൾ മധുരയിൽ കഷ്ടപ്പെട്ടു. പക്ഷെ അതിന് വേണ്ടിയിട്ട് 50 കിലോമീറ്റർ ഇവിടെ സൂപ്പർ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. നല്ല റൈഡായിരുന്നു. ഞാൻ വീഡിയോസ് ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഇന്നലത്തെ അതിൽ കുറെ നല്ല അടിപൊളി റോഡ്സ് ആയിരുന്നു. ഒരു 50 കിലോമീറ്റർ സൂപ്പർ ആയിരുന്നു. എങ്ങനെയുണ്ടല്ലോ ഫുഡ്? ഹായ് ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നത് ഗൈസ്? നമുക്ക് നമ്മളെ ഫസ്റ്റ് ഗുണ കേവ്, പിന്നെന്താ പൈൻ ഫോറസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത മേജർ സ്പോട്ടായ പൂണ്ടിയിലേക്ക്. പൂണ്ടി. അപ്പോൾ ഗുണ കേവ്, പൈൻ ഫോറസ്റ്റ്, പൂണ്ടി. ടാസ്ക് എന്ന് പറഞ്ഞാൽ നൈറ്റ് പൂണ്ടിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, റിസ്ക് ആണ്. സോ അതിന് മുന്നേ നമുക്കൊരു 4 മണിക്കെങ്കിലും അവിടെ നിന്ന് ഇറങ്ങണം. അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ടൈമിലെത്തണം. 1.5 മണിക്കൂർ യാത്ര. സോ അത് മാത്രമാണ് കുറച്ച് ടാസ്ക് ആയിട്ടുള്ളത്. നോക്കാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ബൈക്ക് സെറ്റാണ്. അപ്പോൾ സൈറ്റ് സീയിങ് അറ്റ് കൊടൈക്കനാൽ തുടങ്ങുവാണ് ഗൈസ്. ഓക്കെ, ഞങ്ങള് വരുന്ന വഴിക്കൊന്ന് സ്റ്റോപ്പ് അടിച്ചതാ. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. പക്ഷെ കോട ഇറങ്ങി തുടങ്ങി ഇവിടെ. ആ കാഴ്ച കാണാൻ വേണ്ടി നിർത്തിയതാ. അപ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ. ഇത് ആക്ച്വലി ഒരു ഗ്രൗണ്ടാണ്. ഉണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഞങ്ങള് പില്ലർ റോക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഇവിടെ നല്ല വ്യൂ ആ. സൂപ്പറാണ്. ഇവിടെ ആക്ച്വലി പില്ലർ പോലെ നിൽക്കുന്ന 2-3 റോക്സ് ഉണ്ട്. അത് കുറച്ചുകൂടെ ഇവിടെ നിന്ന് ആ റോഡിന്റെ മേളിൽ അവിടെ ഒരു പോയിന്റ് ഉണ്ട്. അവിടെ നിന്നാൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. കോട ഒരു രക്ഷയില്ല. ഇവിടെ ആക്ച്വലി ഞങ്ങൾ ബൈക്കിൽ വന്ന സമയത്ത് കണ്ടത്. ആ വിഷ്വൽ കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. കോട വന്ന് മങ്ങി നിൽക്കുക. ഇനി കുറേ സമയം കഴിയണം. ടാസ്ക് തുടങ്ങി ഗൈസ്. ഫ്രണ്ടിലോട്ട് ഫുൾ കോടയാണ്. ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും. കൂടി വരും. ഇതിപ്പോൾ കുറച്ചായതേ ഉള്ളൂ. അങ്ങോട്ടെല്ലാം ഒന്നും കണ്ടുകൂടാ. ഓക്കെ, പക്ഷെ നല്ല വൈബാ. ലുക്കറ്റ് റോഡ് കാണാനില്ല. റോഡ് എവിടെയാ? ആളുണ്ടോ? ഒന്നും കണ്ടുകൂടാ. അവിടെ ഒരുത്തം പോകുന്നത് കാണുന്നുണ്ട്. പക്ഷെ അവന്റെ ഫ്രണ്ടിൽ എന്താന്ന് കാണുന്നില്ല. ഒരു ലോറി വന്നാൽ പോലും ആന പോലെ പേടിക്കേണ്ടി വരും. സീനറി മാറി. പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ നമ്മുടെ ജോലി കൊടുക്കും. ഇതാണല്ലേ പോയിന്റ്. ഇവിടെ ഫോട്ടോ സെഷൻ നടക്കുവാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടെ. എന്തോ ഇൻസെക്റ്റിൻ്റെ സൗണ്ടാണ്. പക്ഷെ കൊള്ളാം, നല്ല സ്ഥലമാണ്. സൂപ്പറാണ് ഗൈസ്. ഇവിടെ നമ്മൾ കുറേ സമയമായി. ഞങ്ങളിതെന്താ സംഭവം നോക്കിട്ടോട്ടെ. ഒരു രക്ഷയില്ല ഗൈസ്.
ഇല്ല ഗൈസ്, ഇറങ്ങി അങ്ങ് പോവാം. ഒന്നും വിസിബിൾ അല്ല. ചേട്ടാ ഇറങ്ങുന്ന തല അവിടെ നിന്ന് ഇറങ്ങണ്ട ഗൈസ്. ഡേഞ്ചർ പ്ലേസ് ആണ്. ഇവിടെ വന്നൊന്നും സാഹസികത കാണിക്കാൻ നിൽക്കരുത്. നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇവിടെ ഒരു 1 hour ഞങ്ങൾ ഏകദേശം സ്പെൻഡ് ചെയ്തു. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഇൻ കേസ് നല്ല വ്യൂസ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. ആക്ച്വലി ഇതാ ഇവിടുത്തെ ഒരു വ്യൂ. നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടായത്. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഗൈസ്, ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. പൈൻ ഫോറസ്റ്റ്. കോട ഒഴുകി വരുന്നത് നമുക്ക് കോട ഇറങ്ങി ഗൈസ്. കണ്ടോ ബാക്കില്? ഞങ്ങൾക്ക് ഇവിടെ നിക്കണമെന്നുണ്ട് 10 മിനിറ്റ്. നോക്കട്ടെ കോട നമ്മുടെ അടുത്ത് എത്തുമെന്നറിയാം. 10 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തിട്ടും കോട എത്തിയില്ല. വി ഫെയിൽഡ്. സോ ഞങ്ങൾ മൂവ് ഓൺ ചെയ്യുവാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല ആക്ച്വലി, അടുത്ത് ഫുഡ് അടിക്കണം. ഫുഡ് അടിച്ചിട്ട് പരിപാടിയുള്ളൂ. ഇവിടെ നിന്ന് ഓടിക്കണ പോകുന്ന വഴി ഓടിക്കണ അങ്ങോട്ട് പോവാം. ലേറ്റ് ആയില്ലേ? നമ്മൾ കുറച്ചുകൂടെ കഴിയട്ടെ. ഓക്കെ ഗൈസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പൂണ്ടി. ഞങ്ങൾ ഓൺ ദ വേ ആണ്. മഞ്ഞുണ്ട്, മഴയുണ്ട്, വെയിലുണ്ട്. സൂപ്പറാണ്. സൂപ്പറാണ് ഗൈസ്. നല്ല ക്ലൈമറ്റ്. ഞങ്ങളുടെ റെയിൻ കോട്ട് എടുത്തിട്ടില്ല. അത് കാരണം ഇവിടെ ഒരു മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കുറച്ച് സമയം നിൽക്കുക. നോക്കട്ടെ. ഞങ്ങളിവിടെ ഒരു സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ്. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയ ഇവിടെ ജേക്കബ്സ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു മലയാളിയുടെ കട. നല്ല സൂപ്പർ സ്ഥലം കിടിലോ ഇവിടെ. നല്ല വ്യൂ, ബാക്ക്ഗ്രൗണ്ട് കണ്ടോ? നൈസാണ്. ഞങ്ങൾ കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയി കൂടുതൽ വിഷ്വൽസ് കാണാം. വരുന്ന വഴിയിലുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ല. ഓരോ കർവും അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. ഒരു പ്രത്യേക ഫീലാണ്. നൈസ്. അല്ല അതുകൊണ്ടാണ് അവിടെ കുറേ മഞ്ഞ് കണ്ടോ? നമ്മുടെ അവിടെ ഒരു പൂമ്പാറ ഉണ്ടല്ലോ, മൂന്നാർ സൈഡ്. നീലക്കുറിഞ്ഞി. നമുക്കൊരു ഒരു റൈഡ് അങ്ങോട്ട് സെറ്റ് ചെയ്യാം. അത് പക്ഷെ എത്ര 12 വർഷമോ 14 വർഷം? അത് നീലക്കുറിഞ്ഞിയല്ലല്ലോ, നീലക്കൊടുവേലി. ഫൈനലി ഫുഡ് എത്തി ഗൈസ്. നല്ല ചൂട് ചോറും പിന്നെ കുറച്ച് കറികളുണ്ട്. പിന്നെ ഞങ്ങളൊരു ചിക്കൻ 65 പറഞ്ഞായിരുന്നു. പുറത്ത് നല്ല തണുപ്പാ, പക്ഷേ നല്ല ചൂട് ചോറാ. സൂപ്പറാ. ഫുഡ് കഴിച്ചിട്ട് ഇതാ അടുത്ത ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷനായ പൂണ്ടിലേക്ക് പോവുകയാണ്. ഫുഡ് കൊള്ളായിരുന്നു, ഓക്കെയാണ്. പിന്നെ ഇവിടെ വരുന്നവർ ക്യാഷ് കയ്യിൽ വെച്ചിരിക്കുക. കാരണം എപ്പോഴും നമുക്ക് GPay വർക്ക് ആവണമെന്നില്ല. നെറ്റ് റേഞ്ചിൻ്റെ ഇഷ്യൂസൊക്കെ വരും. സോ ക്യാഷ് എന്തായാലും എല്ലാവരും കയ്യിൽ വെച്ചിരിക്കുക. ഇതാണ് പൂമ്പാറ എന്ന് പറയുന്ന വില്ലേജ്. നല്ല രസമാണ്, ബ്യൂട്ടിഫുൾ. ഇത്രയും നേരം മഴ നനഞ്ഞുകൊണ്ട് വന്നതാ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും വെയിൽ. ഇവിടുത്തെ ക്ലൈമറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ സൂക്ഷിച്ചേ, കാണാനുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞങ്ങൾ റൈഡ് ചെയ്ത് വന്നത്.
ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇട്ടിരിക്കുന്ന എല്ലാം ഇവരുടെ കൃഷി സ്ഥലങ്ങളാണ്. നിങ്ങളും വരണം, എല്ലാരും വരണം ഇവിടെ. റൈഡ് ചെയ്യാൻ നല്ല എക്സൈറ്റിംഗ് ആണ് ഇവിടെ, സൂപ്പറാ, പറയാനൊന്നുമില്ല ഗൈസ്, അടിപൊളി. ഫൈനലി ഞങ്ങളൊരു കിടിലൻ വ്യൂ ഉണ്ട്. ഇവിടെ എല്ലാ സ്ഥലത്തും നല്ല സെറ്റ് വ്യൂ ആണ്. അവർ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഗൈസ്. നിങ്ങൾക്ക് വിഷ്വലി ഞാൻ കാണിച്ചു തരാം. നൈസ്. ഞങ്ങൾ കുറച്ച് ദൂരം ഓഫ് റോഡ് വന്നു. ഇവിടെ കംപ്ലീറ്റ് റോഡ് ബ്ലോക്ക്. റിയർ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ ഈ കണ്ടീഷൻസിലൊക്കെ. ഫ്രണ്ട് യൂസ് ചെയ്താൽ സ്ലൈഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ ബൂട്ടിൽ. താഴോട്ടാണ് താഴോട്ടാണോ? കയറും പിന്നെ കേട്ടും കേട്ടും ധൈര്യമായിട്ടും എല്ലാം കോട്ടും. വന്നല്ലോ മുറ്റത്ത് മാറി കിടക്കുന്ന ഒരുത്തൻ. എടാ മോനെ നോക്കി ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്താ നീ? അത് ഓഫ് ചെയ്യണേ, മറക്കല്ലേ, അത് പണി കിട്ടും. ഓഫാക്ക്, അത് നിൽക്കുന്നുണ്ട്. പോകണ്ട നിങ്ങൾ. ഈ കേബിളാണ് പണി തന്നത്. ഈ കേബിൾ കിടന്നുകൊണ്ടാണ് അവൻ അങ്ങോട്ട് ഇറങ്ങി. ചെറുതായിട്ട് അത് സ്റ്റാൻഡാ. സ്റ്റാൻഡ് സ്റ്റാൻഡല്ല, എൻജിൻ കാട. ഇമാതിരി സാഹചര്യത്തിൽ റിയർ ബ്രേക്ക് മാത്രം യൂസ് ചെയ്യാം. പിന്നെ പുല്ലിലും ഇല്ലല്ലോ ആ ചേട്ടൻ, നമ്മളെ ചേട്ടൻ വീണു. பிரேக் போடுங்க, கியர் போடுங்க ஃபர்ஸ்ட். ஸ்டார்ட் பண்ணி ஃபர்ஸ்ட் கியர்ல மெதுவா தள்ளிட்டே வா. பிரேக் பிடிச்சு ஃபர்ஸ்ட் கியர்ல மெதுவா கொஞ்சம் லூஸ் விடுங்க. பிரேக் விடுங்க லைட்டா.
ഫൈനലി ഗ്രേറ്റ് വിഷ്വൽസ്. പീസായിട്ടിരിക്കും നോക്ക്. എന്തായാലും ഒന്നും അറിയണ്ട. വന്നെന്ന് വർത്തായി. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഓഫ് റോഡ് അടിക്കുന്നത്. റൈഡേഴ്സ് ഉണ്ട് ഗൈസ്, ഇവരെല്ലാം തമിഴ്നാടുള്ള റൈഡേഴ്സ് തന്നെയാണ്. ഓക്കെ, ഇനിയും വന്നുകൊണ്ടിരിക്കുക ബൈക്സ്. ഞങ്ങൾക്ക് ഇത്രയും ധൈര്യമില്ല ഡാമിനകത്തൂടെ വണ്ടി എടുത്തോണ്ട്. ഞങ്ങൾ വണ്ടി ദൂരെ പാർക്ക് ചെയ്തിരിക്കുക. ഓക്കെ, പറ്റുന്നില്ല ഗൈസ്, പറ്റുന്നില്ലെന്നല്ല, ഞങ്ങളിത് കണ്ടോണ്ടിരിക്കാൻ വയ്യ. എന്തുമാത്രം ഹാർഡ് വർക്ക്. അയ്യോ, ഈ ചെറിയൊരു വഴിയിൽ കൂടെ എടുത്തോണ്ടോ? ധൈര്യം വേണം, അമ്മാതിരി ധൈര്യം വേണം, സമ്മതിക്കണം. വണ്ടി എടുക്കുവാണ് ഗൈസ്. കുഞ്ഞിനെ കണ്ടോ? അതൊരു ബുള്ളറ്റിൽ വന്നതാ അതിന്റെ പാരന്റ്സിന്റെ കൂടെ. ഓ, സമ്മതിക്കണം ധൈര്യം. എനിക്ക് പേടിയായി തുടങ്ങി, കാരണം വന്ന വഴി ഫുള്ള് ചെളിയായി. കണ്ടോ? എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഫസ്റ്റ് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് ടെറിബിൾ, ഒന്നും പറയാനില്ല. ഞങ്ങളിവിടെ ഒരു മരത്തിൻ്റെ അടിയിൽ നിൽക്കുക. തിരിച്ചു പോകുമ്പോൾ ഒന്നാമത് വണ്ടി നല്ല വെയിറ്റ് ആണ്, ഫുൾ സ്ലഷി ആയിട്ട് കിടക്കുക റോഡ്. നോ ഐഡിയ. കൂടെ രണ്ടുപേരുള്ളതാണ് ഒരു ധൈര്യം. ഓക്കെ ഗൈസ്, കാണാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ചെയ്യുക. കണ്ടോ ഗൈസ്? ഞാൻ സ്പീഡിലല്ല, ഞങ്ങള് കുറച്ച് സ്ലോ ആവും. അല്ല, താഴെ എത്തിയിട്ട് ഞാൻ സ്ലോ ചെയ്ത് ഗൈസ്, കോട ഇറങ്ങി തുടങ്ങി. ഇവിടെ മഴ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കോടയാണ്. കണ്ടോ? കോട ഉണ്ടല്ലേ? നോക്കാം, ടാസ്ക് ആണ്. ജസ്റ്റ് വാച്ച് മൈ വീഡിയോ. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഓക്കെ, നല്ല കോട ഇറങ്ങാൻ പോകുന്നത്. ഇറങ്ങിയാലോ? കുറച്ചുകൂടെ കഴിഞ്ഞാൽ റിസ്കാ. ഇനി അങ്ങോട്ട് പാടാം. ഡാമിൻ്റെ അടുത്തേക്കുള്ള യാത്ര നല്ല അഡ്വഞ്ചറസ് ആയിപ്പോയി. സത്യം പറഞ്ഞാൽ പേടിച്ച്. ഈ വഴി പോലും കാണാൻ പറ്റില്ല. 5 minutes later. എന്റെ കാല് നന്നായിട്ട് സ്ലിപ്പാവുന്നു. പിടിച്ചോ, ബ്രേക്ക് പിടിച്ചോ, തള്ളിക്കോ, പുഷ്. ഓക്കെ, റെഡി. കൊടുക്ക്, കാട്ടേ, മേളിൽ കയറിയിട്ട് എടുക്കാം. നല്ലുള്ള സ്ഥലത്ത് കയറി പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിടിച്ചോ, ബ്രേക്ക് പിടി. പോട്ടെ പോട്ടെ പോട്ടെ, നീ ഇറങ്ങി തള്ളിക്കൊടു. ഇല്ലേട്ടാ, വെയിറ്റ്. ഓക്കെ, റെഡി. റെഡി, കൊടുത്തോ. എടാ, ചെരുപ്പ് എന്ത് പോട്ടെ, വിടല്ലേ? ലെസ്കോ. പോട്ടെ, കുറച്ചുകൂടി നേരെ അവിടെ കല്ലി കയറ്റി പോകണം. കിട്ടും. വാ, ഞാൻ കൂടെ വന്നു. പോട്ടെ, കയറി പോട്ടെ, നിൽക്കല്ലേ. ലെറ്റ്സ് ഗോ. നമ്മൾ പെട്ടെന്ന് പറയാം ഗൈസ്.
നല്ല വ്യൂ ആണ്, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ അവിടെ ഒരു നിപ്പുണ്ട് എൻ്റെ വണ്ടി. ഇവരുള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ രക്ഷ കലർത്തിയിരിക്കുന്നത് ഒരു ഓഫ് റോഡ് വീട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണ്? ഇനി ഒരു കിടിലം തേരിയാണ്. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ആ அந்த பைக் பக்கத்தில் கொண்டு வச்சா போதும். பிடிக்கணுமா? அந்த சைடு தான் அந்த சல்லி போட்டிருக்காங்கல்ல. கவர் வர கொண்டு got this. You got this. Okay. Set. Pat. எனிட்டு நின்று போய் காலில் புஷ் பண்ணிங்கன்னா வண்டி சும்மா வெயிட் கம்மியாக இருக்குது, அப்படியே வண்டி மூவ் ஆரம்பிச்சிருவோம். ரைட்டாக எந்திரிச்சு நின்று புஷ் பண்ணி போயிடுவோம். அவன் எந்திரிச்சுதான் நிற்கிறான். പിന്നെ കണ്ടെന്ന് അങ്ങ് ദൂരെ നിന്ന് കാല് വെച്ച് ഉന്തി അവിടെ നല്ല ഉറപ്പുള്ള മണ്ണാ, സ്ലിപ്പാവൂല, സിമ്പിളായിട്ട് പോകും. പോവും പേടിക്കണ്ട. പോട്ടെ കേട്ടോ, പോട്ടെ. സിമ്പിളാ. ലെറ്റ്സ് ഗോ ബോയ്സ്. എന്താ വണ്ടിയായിട്ട് കയറ്റാം. ഞാൻ ഒന്ന് പിടിച്ചു നോക്കണേ. കുറച്ച് ത്രോട്ടിൽ സിമ്പിൾ പരിപാടി. നോക്കി വെക്കണം. വണ്ടി സ്ലിപ്പാകാൻ തുടങ്ങിയാൽ കാലുകൊണ്ട് ഒരു പുഷ് വിട്ടാൽ മതി. ഓ വാ കയറി കേട്ടോ ധൈര്യമായിട്ട്. നമ്മൾ എടുത്തിപ്പം പുഷ് ചെയ്യേ. കമാൻ പുഷ്. കാല് യൂസ് ചെയ്തോ. കമാൻ സിമ്പിൾ വേസ്. പോട്ടെ. അത്രേ ഉള്ളൂ. മോട്ടിവേഷൻ സ്പീക്കർ. നടന്ന് ഇറങ്ങാൻ പറ്റും. അപ്പോഴേ പോവാടാ, സിമ്പിളായിട്ട് പോകും. കാല് വെച്ചോ, കാല് താഴെ പോയി. എടാ അത്രേ ഉള്ളൂ. ചെക്കൻ കയറ്റി വന്നാ സിമ്പിൾ പരിപാടി കഴിഞ്ഞു. വണ്ടി കയ്യിൽ നിന്ന് പോയാൽ എത്തിച്ചാടണം, അതാണ് എൻ്റെ ഒരു. അങ്ങനെ നമ്മൾ ബാക്ക് ടു ദ വ്യൂ ഗൈസ് ഫ്രം ദ ഡെസേർട്ട്. വേണ്ട എന്ത് പറയും ഇതിനെ പറ്റി? എന്താണ് ലിറ്ററലി ഇന്ന് അവിടെ നിന്ന് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ കോലം കണ്ടില്ലേ? കോലം കാണും ഗൈസ്. സംഭവം ഈ വണ്ടി ഒന്നാമത് നല്ല വെയിറ്റ് ആണ്. ആ ട്രാക്ക് നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങൾ എൻ്റെ ക്യാമറയിൽ കണ്ടു കാണും. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇന്ന് അവിടെ നിന്ന് വരാന്ന്. പക്ഷേ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഓഫ് റോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് പുള്ളി ഇതുപോലെ ഒരു ട്രിപ്പിന് ഇറങ്ങി ചാടി വരുന്നത്. ഞങ്ങൾ എങ്ങനെയുണ്ട് ഞങ്ങളെ മോട്ടിവേഷൻ ഒക്കെ? ഇവരുണ്ടായിരുന്നോണ്ട് ഇവർ ഒന്നും തള്ളുവൊക്കെ നിന്നതുകൊണ്ട് പിന്നെ ഇടയ്ക്കൊരു പുള്ളി വന്നു കേട്ടോ, തമിഴ്നാട് നിന്ന്. ദൈവം വന്ന് ഞാൻ അയ്യോ പുള്ളിയോട് വന്നോണ്ട് സെറ്റായി. ഓക്കെ ഗൈസ്, മഴ തുടങ്ങി. ഞങ്ങളിവിടെ ചായ കുടിക്കാനായിട്ട് നിർത്തിയിരിക്കുക. ആ ഓഫ് റോഡ് ഒരു 45 മിനിറ്റ്സ് എടുത്താണോ അല്ലേ? കൂടുതലെടുത്തു. 1 മണിക്കൂർ അടുപ്പിച്ചെടുത്ത് ഞങ്ങൾ അവിടെ ഊരി വരാനായിട്ട്. അതിനുശേഷം വന്നപ്പോഴത്തേക്കും ആ ട്രാക്കിൽ ഈ മരത്തിൻ്റെ തോലൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പുള്ളി എക്സ്പേർട്ട് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തന്ന് രക്ഷപ്പെട്ട അവിടെ നിന്ന്. എക്സ്പേർട്ട് ഒന്നുമില്ല,
ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു ചായ കുടിക്കുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ. ചുമ്മാ അല്ല പയ്യന്മാർ ചായ കുടിക്കാൻ ബൈക്ക് എടുത്തോണ്ട് മൂന്നാറും കൊടൈക്കനാൽ ഊട്ടിയൊക്കെ കറങ്ങാൻ പോണത്. നൈസാണ് ഗൈസ്. ഞങ്ങൾ ഫുഡ് വാങ്ങാനായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ രാംബോർ ബിരിയാണി കിട്ടുന്നൊരു കട കണ്ടു. അപ്പോൾ അവിടെ ഒന്ന് കയറി ഫുഡ് വാങ്ങി. പിന്നെ താണ്ട അതിൻ്റെ തൊട്ടടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞങ്ങൾ ഇന്നലെ ഇവിടെ നിന്നാണ് ഫുഡ് വാങ്ങി. നല്ല ടേസ്റ്റി ഫുഡാണ്. അത് കാരണം ഇവിടെ നിന്ന് കുറച്ച് പൊറോട്ട വാങ്ങി, ഗ്രേവി മേടിച്ചു. അവിടെ നിന്ന് ഒരു ബിരിയാണി വാങ്ങി. ഇത് ആക്ച്വലി ഇത് മെയിൻ സ്ട്രീറ്റാണ്. നമ്മൾ ഈ കാണുന്ന കടകളൊക്കെ ഇല്ലേ, ഇതെല്ലാം രാവിലെ ഓപ്പൺ ആണ്. പക്ഷെ ഇത്ര ലൈവ് അല്ല ഒന്നും. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് എല്ലാ കടകളിലും തിരക്കൊണ്ട്, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പുറത്തെ സൈഡെല്ലാം കുഞ്ഞു കുഞ്ഞു കടകളാണ്. ഞാൻ കാണിച്ചു തരാം. എന്താ ക്ലോത്ത്സ്, പിന്നെ ഫുഡുണ്ട്, പിന്നെ വെള്ളം, കാര്യങ്ങൾ ഫുള്ള് ലൈവാണ് ഇവിടെ. ഹോട്ടൽസാണ് അധികവും, കാരണം പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നതല്ലേ. പിന്നെ ഷോപ്സ് ഉണ്ട് ഇവിടെ. അല്ലാതെ ആക്ച്വലി ഇങ്ങനത്തെ പ്ലേസ് അല്ല. അല്ലാതെ ഓരോ ടൂറിസ്റ്റ് സ്ഥലങ്ങളുടെ അടുത്ത് കുറച്ച് പാർക്കിംഗ് ഏരിയ ഉണ്ടാവും. അതിന് ചുറ്റും കോംപ്ലക്സ് പോലെ കെട്ടിയിട്ട് അവിടെ ഇങ്ങനത്തെ ചോക്ലേറ്റ് സാധനങ്ങൾ, കൊച്ചുകുട്ടികൾക്കുള്ള കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ, ഡ്രസ്സ് ഐറ്റംസ്, അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇത് ജസ്റ്റ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം ആ കോംപ്ലക്സുകളിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഫുഡെല്ലാം സെറ്റായി. ഇന്നേരം റൂമിൽ പോകുന്നു, ഫുഡ് അടിക്കുന്നു, ഉറങ്ങുന്നു. രാവിലെ 8:30 8 മണിക്കാണ് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ രാവിലെ 8 മണിക്ക് ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യും ടു ഹോം. നാളെ വേറെ ഒരിടത്തും പോകുന്നില്ലല്ലോ? ഇല്ല. ആക്ച്വലി 3 ഡേയ്സാണ് പ്ലാൻ ചെയ്തത്. നമ്മളിപ്പോൾ 2 ദിവസത്തെ റൈഡ് കംപ്ലീറ്റ് ആയി. 2 ദിവസമാണ് സൈഡ് വിസിറ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. ഇനി 3rd ഡേ കംപ്ലീറ്റ് റൈഡ്. കാരണം ഇവിടെ നിന്ന് നിയർലി 10 hours റൈഡ് ഉണ്ട് കണ്ടിന്യൂ, ഒറ്റ സ്ട്രെച്ചിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് അടിക്കും. 10 hours ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ ഡിലേ ആവും. അവിടെ എത്താനായിട്ട് രാത്രി കഴിയും. ഓക്കെ, അതുകൊണ്ട് നൈറ്റ് റൈഡ് ഞങ്ങൾ ചെയ്യാറുണ്ട്. നൈറ്റ് റൈഡ് മാക്സിമം അവോയ്ഡ് ചെയ്യാറാണുള്ളത്. അത് കാരണം നേരത്തെ വീട്ടിലെത്താൻ വേണ്ടിയിട്ടും 10 മണിയല്ല, ഒരു 10 മണിക്കൂർ യാത്ര, 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തും. ഓക്കെ, കീപ് ഓൺ വാച്ചിങ് മൈ വീഡിയോസ്, സബ്സ്ക്രൈബ് ഗൈസ്. ആ മേലെ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകൾ കാണുന്നില്ലേ? അത് ആക്ച്വലി ഹില്ലി ടെറൈനിൽ സ്റ്റെപ്പ് കട്ട് ചെയ്ത് ഓരോ സ്ഥലത്ത് വീടുകൾ വെച്ചേക്കുന്നേ. കാണാവോ? ആ ദൂരെ കാണുന്നത്. രാവിലെ നല്ല രസമാണ് ഇവിടെ. ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് ഗൈസ്. ഇനി ഫുഡ് അടിക്കണം, ഉറങ്ങണം. ഓക്കെ ഗൈസ്, റൈഡ് കണ്ടിന്യൂ ചെയ്യും. പുതിയ വീഡിയോസൊക്കെ ഉടൻ ഉണ്ടാവും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് മീ ഗൈസ്.